പാഠം 788 അന്തം വിട്ട നാട്ടുനടപ്പുകൾ. അമ്മയുള്ളതുകൊണ്ട് എനിക്ക് എളുപ്പമായി. സാധാരണ എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണമല്ലോ ഇവിടെ. 5:30 മണിക്ക് എഴുന്നേറ്റ് എല്ലാ പണിയും തീർത്താലേ കൃത്യം 9:38 തന്നെ മോഹനേട്ടനെ ആപ്പീസിൽ വിടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് റെഡിയായിട്ട് 10:15 ആപ്പീസിൽ പോണല്ലോ. ഈ 9:38 എന്നുള്ളത് 2 മിനിറ്റ് താമസിച്ചിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ സ്വഭാവം മാറും. പിന്നെ എന്നെ പിടിച്ചു നിന്നില്ലെങ്കിൽ ഭാഗ്യം. നീ ഈ പറയുന്ന പോലൊന്നുമില്ല. അവനൊരു പാവാ. ഞാൻ ഇന്നലെ വന്നതല്ലേ, ഇതുവരെ അവനൊന്ന് ദേഷ്യപ്പെടുന്നത് പോലും ഞാൻ കണ്ടില്ല. അതെന്തുകൊണ്ടാ? അമ്മ ഇവിടെ ഉള്ളത് കൊണ്ട്. അല്ലെങ്കിൽ മോഹനേട്ടനും ഞാനും തമ്മിൽ 2 വഴക്കങ്ങളിൽ കഴിയാനുള്ള നേരമായി. സ്നേഹമുള്ളിടത്ത് വഴക്കുണ്ടാവും. അതിലൊന്നും വലിയ കാര്യമില്ല. എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ടും നിങ്ങൾ സ്നേഹത്തിൽ തന്നെയാണല്ലോ കഴിയുന്നത്. പുറമേ സ്നേഹം കാണിക്കുന്ന മറ്റു പലരുടെയും കാര്യം ഇങ്ങനൊന്നും അല്ല. ഇവിടെ വഴക്കുണ്ടാവാത്ത എന്തുകൊണ്ടാണെന്നാണ് അമ്മ കരുതിയിരിക്കുന്നത്? എന്റെ ഭയങ്കരമായ ക്ഷമ കൊണ്ട്. അല്ലെങ്കിൽ കാണായിരുന്നു. നീ അത്ര വലിയ കാര്യമായിട്ടൊന്നും പറയണ്ട. നിന്റെ അച്ഛന്റെ സ്വഭാവം ഓർമ്മയുണ്ടോ? എന്തൊരു ദേഷ്യമായിരുന്നു. ദേഷ്യക്കാരനായ ഭർത്താവിനെ നിലയ്ക്ക് നിർത്താൻ സ്നേഹമുള്ള ഭാര്യയ്ക്ക് എന്താ പാട്. പിന്നെ രാവിലെ എഴുന്നേൽക്കുന്നതിന്റെയും അടുക്കള ജോലി ചെയ്യുന്ന പങ്കപ്പാടൊന്നും നീ പറയണ്ട. നീയും നിന്റെ ഏട്ടനും കോളേജിൽ പോയ കാലത്തും മുഴുവൻ ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. 7:30 നിന്റെ ബസ്, ഓർമ്മയുണ്ടോ? അപ്പൊ വന്ന് അമ്മ മോഹനേട്ടന്റെ പക്ഷം പിടിക്കുകയാണ് ഇപ്പോ. അമ്മ വന്നപ്പോ ഞാൻ കരുതി എനിക്കൊരു കൂട്ടാവുമല്ലോന്ന്. അയ്യടാ, അത് വെറുതെ ഞാൻ തോന്നിപ്പോ. ഞാൻ ഒരു പക്ഷവും പിടിക്കാനില്ല. പക്ഷെ അവൻ ചെയ്യുന്നത് ഉത്തരവാദിത്തപ്പെട്ട ജോലിയാ, അതോർക്കണം. അപ്പൊ ഞാൻ ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട ജോലിയല്ലേ? എന്റെ അമ്മേ, ഒരു വില്ലേജ് ഓഫീസറെക്കാട്ടിലും വളരെ ഭാരപ്പെട്ടൊരു ജോലിയാണ് വക്കീലിന്റേതെന്ന് അമ്മയ്ക്കറിയാമോ? ഇനി അതും ഇതൊന്നും പറഞ്ഞ് തർക്കിക്കണ്ട. ഞാനേ ഈ പച്ചക്കറി അരിഞ്ഞു വെക്കാം. നീ അവനാ ചായ എടുത്തു കൊടുക്ക. അയ്യോ, അമ്മ ഉണ്ടാക്കി ചായല്ലേ, അമ്മ തന്നെ ഞാൻ കൊണ്ടുപോയി കൊടുത്താ മതിയേ. അല്ലെങ്കിലും അമ്മയ്ക്ക് മോളോടുള്ളതിനേക്കാളുള്ള സ്നേഹം മരുമോനോടാണല്ലോ. നിന്റെ പഴയ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. നിസ്സാര കാര്യത്തിന് മുഖം വെറുപ്പിക്കും. എന്റെ വില്ലാഭിസറാരാമോൻ അമ്മയെ സോപ്പിട്ട് സ്വന്തം പക്ഷത്താക്കി. മോഹനകൃഷ്ണ, ചായ. അയ്യോ, അമ്മയാണോ ചായ കൊണ്ടുവന്നത്? അമ്മയുടെ അടുക്കളയിലുണ്ട്. ചായ ഇട്ടത് ഞാനായതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടു കൊടുക്കണമെന്ന് അവള് പറഞ്ഞ്. ചായ ഇട്ടത് അമ്മയാണോ? എന്തായാലും അമ്മ ഒന്നോടെ ഭാമ ജോലിയൊന്നും ചെയ്യാതെ അടുക്കളയിൽ ചുമ്മാ ഇരിക്കണമെന്ന് മനസ്സിലായി. നല്ല ചായ. ഭാമ മടി പിടിച്ച് ചായ ഇടാതിരുന്നത് എന്തായാലും നന്നായി. ഒരു നല്ല ചായ കുടിക്കാൻ പറ്റിയല്ലോ. അമ്മേ, ഭാമ ഉണ്ടാക്കുന്ന ചായയുടെ ഇരട്ടി രുചിയുണ്ട് ഈ ചായക്ക്. കാണുമല്ലോ. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനും എന്താണ് കുറ്റം എന്ന് കണ്ടുപിടിക്കാൻ ലെൻസുമായി പുറകെ നടക്കുന്ന ഒരു മഹാനാണല്ലോ മോഹനേട്ടൻ. അപ്പൊ പിന്നെ ഇതൊക്കെ തന്നെ പറയും. അമ്മേ, ഈ ചായ ഞാനിട്ടതായിരുന്നു എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് കൊടുത്തിരുന്നെങ്കിൽ ഇത് കൊള്ളൂല എന്ന് മോഹനേട്ടൻ പറഞ്ഞേനെ. ഇതൊക്കെ മോഹനേട്ടന്റെ പതിവ് നമ്പർ അല്ലേ? ഞാൻ പറഞ്ഞത് പകൽ പോലെ സത്യമാണ്. നീ അത് വിശ്വസിക്കണമെന്ന് എനിക്ക് ഒരു താല്പര്യം. നിങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ വഴക്കുണ്ടാക്കുന്നത് കാണുമ്പോ എനിക്ക് ചിരിയാ വരുന്നേ. പുറത്തു നിന്ന് വരുന്ന ആരെങ്കിലും ഇത് കണ്ടാലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ. കളിയാക്കും. ഒരാള് വില്ലേജ് ഓഫീസർ, ഒരാള് വക്കീലുവാ. പക്ഷെ പരസ്പരം കണ്ട 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ കാട്ടി കഷ്ടം. കഷ്ടം. നീ ഉണ്ടാക്കുന്ന ചായയേക്കാൾ നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ്. 2 ദിവസം കഴിയുമ്പോ അമ്മ അങ്ങ് പോകും. അപ്പ ചായ ഉണ്ടാക്കി തരാൻ ഞാൻ മാത്രമേ കാണൂ. അപ്പോഴും ഈ സത്യം പറഞ്ഞോണ്ട് വരണേ. ഒരു നല്ല ചായ ഉണ്ടാക്കാൻ നിനക്കറിയില്ല എന്നുള്ള സത്യം നീ സമ്മതിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഹലോ, സഹദേവാ, എന്തൊക്കെയുണ്ട് വിശേഷം? അതെയോ? ഇന്നലെ ഒരു ദിവസം ലീവായിരുന്നു.
നാട്ടിൽ നിന്ന് ഭാമയുടെ അമ്മ വിളിച്ചോളൂ. ആ അതെ അതെ, ഒരു അത്യാവശ്യം വരുമ്പോ ലീവ് എടുക്കാതിരിക്കാൻ പറ്റുമോ? എന്തായാലും അമ്മ വന്നൊരു ഗുണമുണ്ടായി. രാവിലെ അമ്മ ഉണ്ടാക്കിയ ചായ കുടിച്ചോണ്ടിരിക്കുക. എന്താ രുചിയെന്നറിയോ? ഭാമ ഉണ്ടാക്കുന്ന രാവിലെ എന്നല്ല, സത്യം പറയാലോ സഹദേവ, ഭാമ ഉണ്ടാക്കിയ ചായ കുടിച്ച് ഒരു വഴിയായിരുന്നു എനിക്ക് അമ്മ വന്നത് ഒരു ആശ്വാസമായി. ഇന്ന് വില്ലേജ് പോകുന്നുണ്ട്. ശരി. എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ലെന്ന് നമുക്ക് പത്രത്തിൽ കൊടുത്താലോ? കൊടുക്കണോ? വേണമെങ്കിൽ ടിവിയിലും കൊടുക്കാം. ആമേ, സത്യം എപ്പോഴും എവിടെ വെച്ചും പറയാം. അമ്മയാണോ ഷർട്ടും മുണ്ടൊക്കെ തേക്കുന്നേ? ഇതൊക്കെ ഭാമ ചെയ്തോളും. ആര് ചെയ്താലെന്താ, കാര്യം നടന്നാ പോരെ. ഞാൻ ഇവിടെ ഉള്ളപ്പോ ഞാൻ തന്നെ ചെയ്യും, അല്ലാതെ. അതല്ല, അമ്മ കുറച്ചു ദിവസത്തേക്ക് വിശ്രമിക്കാനാണല്ലോ ഇങ്ങോട്ട് വന്നത്. അപ്പോ ഇവിടെ ഉള്ള ജോലിയൊക്കെ അമ്മയെ കൊണ്ട് ചെയ്യിച്ചാല് അമ്മ ഇത് നിർത്തോ, ഞാനിത് ഭാമയെ കൊണ്ട് ചെയ്യിച്ചോളാം. എന്തിനാ മോഹനകൃഷ്ണ ഈ വാശി? ഞാൻ തേച്ചോളാം. നിന്റെ ഷർട്ട് ഇതാ തേച്ച് വെച്ചിരിക്കുന്നു. ഇത് പോരെ നോക്ക്. നല്ല അസലായിരിക്കും. അമ്മയ്ക്ക് ഇതൊക്കെ നല്ല വശമാണല്ലേ? ഭാമയുടെ അച്ഛന് ഷർട്ട് ഇങ്ങനെ വടിയായി തേച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു ചെറിയ ചുളിവ് കണ്ട അപ്പ മുഖം കറക്കും. അതുകൊണ്ട് വഴക്കില്ലാതിരിക്കാൻ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ. നീ ഇത് കേട്ടോ, അമ്മ തുണി തേച്ച് വെക്കുന്നതിന് ഭംഗിയുണ്ടോ? ഇത്രയും ഭംഗിയായി ഷർട്ട് തേച്ച് വെക്കാൻ നിനക്ക് ഇതുവരെ പറ്റിയിട്ടുണ്ടോ? ഈ അമ്മയുടെ മോളാണെന്ന് പറഞ്ഞു നടന്നിട്ട് എന്താ കാര്യം? നല്ലൊരു ചായ ഉണ്ടാക്കാനോ നന്നായി ഷർട്ട് തയ്ക്കാനോ ഒന്നും നിനക്കറിയില്ല. അമ്മ ഇതൊന്നും നോക്കി പഠിപ്പിച്ചെടുത്തില്ലേ? ഞാൻ പഠിപ്പിക്കാതിരുന്നിട്ടൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് ചെല്ലുന്ന വീട്ടിൽ ഈ ജോലിയൊക്കെ ചെയ്യേണ്ടി വരും, മര്യാദയ്ക്ക് പഠിച്ചോ എന്ന് ഞാൻ കാല് പിടിച്ചു പറഞ്ഞതാ. അപ്പൊ അവള് പറഞ്ഞു, കാലം മാറി, ഭർത്താവിന് ഷർട്ടും മുണ്ടും തേച്ചു കൊടുക്കാനൊന്നും അവളെ കിട്ടില്ല, അതൊക്കെ സമ്മതിക്കുന്നവൻ അവളെ കെട്ടിയാ മതിയെന്ന്. എന്റെ വലിയൊരു സ്വപ്നമായിരുന്നു അത്. സാമാന്യ ബുദ്ധിയോ സ്നേഹവും ഉള്ളൊരു ഭർത്താവിന് എനിക്ക് കിട്ടണമെന്നുള്ളത്. പക്ഷേ ദൈവത്തിനെന്തോ എന്റെ ആഗ്രഹം അമിതാഗ്രഹമായിട്ടാണ് തോന്നിയത്. അതിന്റെ ശിക്ഷ എനിക്ക് കിട്ടുകയും ചെയ്തേ. വക്കീലായതുകൊണ്ട് വർത്തമാനം പറഞ്ഞ് ജയിക്കാൻ നിനക്ക് വലിയ മിടുക്ക. പക്ഷെ അത് കോടതിയിലല്ലേ ചിലവാകൂ. നീ അമ്മയെ കണ്ടുപഠിക്കും. അനാവശ്യമായ സംസാരമില്ല, നിന്നെ പോലെ ധിക്കാരം പറച്ചിലില്ല. പക്ഷെ ഒരു കാര്യം ചെയ്താൽ വൃത്തിയായിരിക്കും. ഇങ്ങനെ വേണം സ്ത്രീകൾ. എന്തായാലും അമ്മ തേച്ച ഷർട്ടും മുണ്ടും ആയതുകൊണ്ട് ഇന്ന് എനിക്ക് അഭിമാനത്തോടെ പുറത്തേക്ക് പോവാം. ഭാഗ്യം. ഇനി ഇവിടെ ശരിയാവില്ല. കൊണ്ടോ 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 മോഹനേട്ടന്റെ സൂക്കട ഉണ്ടോ? ഇത്രയും നാള് ഞാൻ ഷർട്ട് മുണ്ടും തേച്ചു കൊടുത്തു, മൂക്കുമുട്ട കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അതല്ല ഇപ്പൊ വെറുതെ ആയി. ഇപ്പൊ അമ്മയെ കണ്ടതിന് അഹങ്കാര. ഇതൊക്കെ നിനക്ക് ചുമ്മാ തോന്നുന്നതാ ഭാമേ. ദേ ഇതൊന്ന് മടക്കി എടുത്തേ, ഞാൻ അപ്പുറത്തേക്ക് ചെല്ലട്ടെ. വില്ലേജ് ഓഫീസർ അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ലല്ലോ. ഒന്ന് കുടുക്കി പിടിക്കാൻ ഒരു വഴി കണ്ടുപിടിക്കണമല്ലോ. മോഹനേട്ടാ, സംഗതിയൊക്കെ കൊള്ളാം. ഇന്നലെ കഷ്ടപ്പെട്ട് നാട്ടിൽ പോയി മോഹനേട്ടൻ അമ്മയെ കൂട്ടിക്കൊണ്ടു വന്നു. വന്നപ്പം മുതൽ അമ്മയെ പുകഴ്ത്തി പുകഴ്ത്തി ഒരു പരുവാക്കി വെച്ചു. അമ്മയിടുന്ന ചായയുടെ രുചി ഭയങ്കരമാണ്, അമ്മ ഷർട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ അതിഭയങ്കരമാണ്, എല്ലാം ശരി തന്നെ. പക്ഷേ എന്നിട്ടും അമ്മയ്ക്ക് മോഹനേട്ടനെ പറ്റി ഭയങ്കര പരാതി ഉണ്ടല്ലോ. പരാതിയോ? എന്ത് പരാതി? നമ്മൾ ഈ വീട്ടിലേക്ക് താമസമായതിനു ശേഷം ആദ്യമായിട്ടല്ലേ അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു നല്ല സമ്മാനം വാങ്ങി വെക്കാൻ മോഹനേട്ടനെ പറ്റിയോ? ഇതാണ് ഞാൻ പറയുന്നത്. മോഹനേട്ടൻ ഈ സിദ്ധാന്തം പറയാൻ മാത്രം അറിയുള്ളൂ, പ്രായോഗികമായി പെരുമാറാൻ മോഹനേട്ടൻ അറിഞ്ഞൂടാന്ന്. വിദ്യാലക്ഷ്മിയുടെ അമ്മ കഴിഞ്ഞ മാസം അവളുടെ വീട്ടിൽ വന്നപ്പോഴേ അവളുടെ ഭർത്താവ് എന്താണ് സമ്മാനമായി വാങ്ങിച്ചു കൊടുത്തെന്നറിയാമോ? 10,000 രൂപയുടെ ഒരു മൊബൈൽ ഫോൺ. വിദ്യയുടെ അമ്മയ്ക്ക് മൊബൈൽ ഉണ്ടായിരുന്നില്ല.
നാട്ടിൽ തിരിച്ചെത്തിയാലും ഇടയ്ക്ക് വിളിക്കാൻ വേറെ ആരെയും ആശ്രയിക്കണ്ടല്ലോ എന്ന് പറഞ്ഞാണ് സതീഷ് സാറ് മൊബൈൽ വാങ്ങിക്കൊടുത്തത്. അത് അമ്മായിയമ്മയോടുള്ള ദേഷ്യത്തിനാണ് ചെയ്താ. ഈ മൊബൈൽ ഫോണിൽ നിന്നുള്ള റേഡിയേഷൻ കാരണം ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പത്രത്തിൽ വായിച്ചത്. ശരി, മൊബൈൽ വേണ്ട, എന്നാലും അമ്മയ്ക്ക് ഇഷ്ടമുള്ള വേറെന്തെങ്കിലും ഒന്ന് വാങ്ങാലോ. മോഹനേട്ടാ, ഒരാളോട് നമുക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ട് എന്ന് കാണിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് അവർക്ക് ഇഷ്ടമുള്ള സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കാന്നുള്ളത്. അല്ലാതെ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാ പോരാ. നീ പറയുന്നല്ലേ? അല്ല മോഹനേട്ടാ, അമ്മ 2 വട്ടം എന്നോട് സൂചിപ്പിച്ചു, മോഹനകൃഷ്ണൻ എനിക്കൊന്ന് വാങ്ങി വെച്ചിട്ടില്ലേ ഭാമയെന്ന്. ഞാനൊന്നും പറഞ്ഞില്ല. ഇനി അമ്മ തിരിച്ച് നാട് ചെല്ലുമ്പോഴല്ലേ തമാശ ഉണ്ടാവാൻ പോകുന്നത്. അവിടെയുള്ളവരൊക്കെ ചോദിക്കില്ലേ മരുമോൻ എന്ത് തന്നു എന്ന്. അപ്പൊ എന്താ ചെയ്യാ? അമ്മ കൈമലർത്തും. അതോടെ വില്ലേജ് ഓഫീസറുടെ പിശുക്കിന്റെ കഥ അവിടെ പാട്ടാവും. മോഹനോട് എല്ലാം അറിയുന്നൊരു മഹാനല്ലേ. അമ്മായിമ്മയുടെ മനസ്സറിയുന്ന മരുമോൻ. തന്നെയെ ആലോചിച്ചങ്ങ് തീരുമാനമെടുത്താ മതി. എനിക്കൊന്നും അറിയില്ല, നീ പറ. ഞാൻ പറഞ്ഞിട്ട് മോഹനേട്ടൻ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ക്രെഡിറ്റ് മോഹനേട്ടൻ തന്നെ എടുക്കും. സ്വന്തമായിട്ട് ആലോചിച്ചങ്ങ് തീരുമാനം എടുത്താ മതി. അമ്മായിമ്മയുടെ പുന്നാര മരുമോനല്ലേ. ഇങ്ങനെയുള്ള ഏർപ്പാടുണ്ടോ? ആരാ കണ്ടുപിടിച്ച? അമ്മയോട് തന്നെ ചോദിച്ചാലോ? അമ്മയുടെ ഇഷ്ടം എന്താണെന്ന് അമ്മ പറയുന്നതാണല്ലോ നല്ലത്. അമ്മ എന്താ നോക്കി നിൽക്കുന്നേ? ഈ ചെടികൾക്കൊക്കെ ഒരു വാട്ടമുണ്ട്. നന്നായിട്ട് വെള്ളം ഒഴിക്കണം. ഈ കാലാവസ്ഥയില് ദിവസവും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചെടികൾ വാടും. അമ്മ ഇത് നനയ്ക്കാറുണ്ടെന്നാ പറയുന്നത്. എനിക്കിതിനൊന്നും സമയം കിട്ടാറല്ലോ അമ്മേ. ഒരു വില്ലേജ് ഓഫീസറുടെ തിരക്കെന്താണെന്ന് അമ്മയ്ക്ക് അറിയായിരിക്കുമല്ലോ. പിന്നെ എനിക്കറിഞ്ഞൂടെ? നീ എന്നും എപ്പോഴാ ഓഫീസിൽ പോകുന്നത്? 9:38. തിരിച്ചു വരുന്നത് 5:13. ഓ, അപ്പൊ പിന്നെ നിനക്ക് ചെടി നനയ്ക്കാനൊന്നും സമയം കിട്ടില്ല. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മേ, ഞാനിന്ന് ടൗൺ വരെ പോകുന്നുണ്ട്. എന്തായാലും ഞാൻ അവിടെ വരെ പോവുകയാണല്ലോ. അമ്മയാണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട് താനും. അങ്ങനെയുള്ളപ്പോ അമ്മയ്ക്ക് അമ്മേ. ആഹാ, മോഹനേട്ടനുണ്ടോ? എന്താണ് രണ്ടുപേരും കൂടി ഒരു ചർച്ച? ഞങ്ങൾ ഇങ്ങനെ മോഹനകൃഷ്ണന്റെ തിരക്കിനെ കുറിച്ച് പറയുമായിരുന്നു. എന്റെ തിരക്കുകളെ പറ്റി അമ്മയ്ക്കറിയാം. അത് പിന്നെ എനിക്കറിയാതിരിക്കോ? ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞ ആരാ? സത്യത്തിൽ ഈ ചെറുപ്രായത്തിൽ ഇത്രയും ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഇവനെ സമ്മതിക്കണം. ശരിയാ, മോഹനേട്ടൻ ഒരു കൊച്ചുകുട്ടിയല്ലേ അമ്മേ. വള്ളി നിക്കറ് വിട്ട് ഓലപ്പന്തം തട്ടി കളിച്ചോണ്ട് നടക്കുന്ന ഒരു പ്രായം. ആ പ്രായത്തിൽ എല്ലാരും കൂടെ പിടിച്ച് പാവം എന്റെ മോഹനേട്ടനെ വില്ലേജ് ഓഫീസറായി കളഞ്ഞു. നീ ഇങ്ങനെ ഇവനെ കളിയാക്കൊന്നും വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും ഇവനെ കിട്ടിയത് നിന്റെ ഭാഗ്യ. നാട്ടുകാർക്കൊക്കെ ഇവനെ പറ്റി എന്താ അഭിപ്രായ? ഒരു ദുശീലവും ഇല്ലാത്ത പരമയോഗ്യനായ വേറൊരു ചെറുപ്പക്കാരന്റെ പേര് പറ. അമ്മയെ പോലെ ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാവും. നിനക്കത് മനസ്സിലാവില്ല. അവനൊരു പാവ. നീ എന്തിനാ എപ്പോഴും അവനെ ഇങ്ങനെ കളിയാക്കുന്നേ? വില്ലേജ് ഓഫീസർ യഥാർത്ഥ സ്വഭാവം അമ്മയ്ക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. ഓ, ആ പോയ സാധനം ഉണ്ടല്ലോ, ഒരു ഭയങ്കര സംഭവമാണ്. ഓടി എവിടുന്ന്? നമസ്കാരം വക്കീലേ. ഉത്തമനല്ലേ അത്? അമ്മ ഇന്നലെ വന്ന വിവരം ഞാൻ അറിഞ്ഞു. പക്ഷെ ഇന്നലെ ഭയങ്കര തിരക്കായി പോയി. ഇന്നലെ രാത്രി തന്നെ വന്ന് അമ്മയെ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഇതെല്ലാം ഉത്തമന്റെ ഒരു നമ്പർ അല്ലേ അമ്മേ? ആളുകളെ സോപ്പിട്ട് കയ്യിലെടുക്കാൻ ഉത്തമനൊരു പ്രത്യേക കഴിവാ. അയ്യയ്യേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ് വക്കീലേ. സാറെവിടെ? ഓഫീസ് പോകാൻ റെഡിയാവുന്നു. ഓ, പിന്നെ വക്കീലേ, ഞാൻ വന്നതേ
എന്തായാലും അമ്മ വന്നത് പ്രമാണിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും വാങ്ങണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറച്ച് കഴിയുമ്പോ ടൗൺ വരെ പോവും. അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും വാങ്ങാനില്ല ഉത്തമ. ഇനി അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ അത് വാങ്ങാനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കി. അതെന്തൊന്നും ഏർപ്പാട്? അതൊക്കെ ഉണ്ട് ഉത്തമ. ഉത്തമ കണ്ടോ? ശരി, അപ്പൊ ഞാൻ പോയിട്ട് വൈകുന്നേരം വരാം. രാവിലെ ഇത്തിരി തിരക്കുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ ഓക്കെ അമ്മേ. ശരി. ഉത്തമനുള്ളതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ ഓഫീസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സഹായമാണ്. സാറോട് നിൽക്കായിരുന്ന വക്കീല് പറഞ്ഞ സാർ ഓഫീസ് പോയി റെഡിയാ വേണമെന്ന്. എനിക്ക് ഉത്തമന്റെ ഒരു സഹായം വേണം. എന്ത് സാറേ? ഞങ്ങൾ ഈ വീട്ടിലേക്ക് താമസം മാറിയ ശേഷം ആദ്യമായിട്ടാണല്ലോ ഭാമയുടെ അമ്മ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് വരുമ്പോ അമ്മയ്ക്ക് എന്താ കൊടുക്കേണ്ടത്? അതിപ്പോ അങ്ങനെ ചോദിച്ച ഭക്ഷണം കൊടുക്കണം, പിന്നെ കിടക്കാൻ ഒരു മുറി. അറിയാം. അമ്മ എന്നല്ല, വീട്ടിലാരും ഒന്നാലും ഭക്ഷണം കൊടുത്തല്ലേ പറ്റൂ. ഞാൻ ചോദിച്ചതല്ല. പിന്നെ അമ്മയ്ക്ക് ഒരു സമ്മാനമായിട്ട് എന്താ കൊടുക്കാൻ പറ്റുക? അതൊക്കെ വേണോ സാറേ? വേണമെന്നാണ് ഭാമ പറയുന്നത്. അത് ഭാമയുടെ അഭിപ്രായമല്ല, അമ്മ ഭാമയോട് പറഞ്ഞതാ. ഞാൻ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അമ്മയ്ക്കത് വിഷമാവൂന്നാ. ഓരോ അഭിപ്രായം പറയാം. സാറേ, സാറിന്റെ അമ്മായിക്ക് എന്ത് കൊടുക്കണമെന്ന് ഞാൻ എങ്ങനെ പറയാനാണ്? എനിക്ക് അതിനെ പറ്റിയൊന്നും അറിഞ്ഞൂടാ. അതുപോലെ അറിഞ്ഞൂടാ. അല്ലെ, ക്യാമറാണെന്ന് പറഞ്ഞ സ്കൂട്ടർ എടുത്ത് തൊപ്പിയും വെച്ച് ബാഗ് തൂക്കി അടങ്ങുക. ഇത്ര നിസ്സാരമായ കാര്യങ്ങൾ പോലും അറിയാത്ത ഉത്തമൻ എങ്ങനെയാ അതിൽ ഏറ്റവും വലിയ ബ്രോക്കർ എന്ന് പറഞ്ഞ് നടക്കുന്നത്? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്ക് അമ്മായി അച്ഛനില്ല, അമ്മായി അമ്മയില്ല, ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന് ചുരുക്കം. സാറോ, കല്യാണം കഴിച്ചിട്ട് വർഷങ്ങളായില്ലേ? ഇതുവരെ സ്വന്തം അമ്മായി അമ്മ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞൂടാന്ന് വെച്ചാ? അങ്ങനെയല്ല, സാറിന് അതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലെങ്കിൽ വക്കീലിനോട് തന്നെ ചോദിക്ക്. പറയുന്നില്ല. അത് മാത്രമല്ല, അമ്മയുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയാമോ എന്ന് നോക്കട്ടെ എന്നുകൂടി പറഞ്ഞു. ഞാൻ പോയി അമ്മയ്ക്ക് പറ്റാത്ത വല്ല സാധനവുമായി കൊണ്ടുവന്ന അമ്മയുടെ മുന്നിൽ വെച്ച് അവളെന്നെ കളിയാക്കും. ഇപ്പോഴാണെങ്കിൽ അമ്മയ്ക്ക് വലിയ ബഹുമാന, അത് കളയാനും പറ്റില്ലല്ലോ. എങ്കിൽ പിന്നെ അമ്മ ഉടുക്കുന്നത് പോലുള്ള ഒരു സെറ്റ് സാരി വാങ്ങിച്ചു കൊടുക്ക സാറേ. സാറേ, പെണ്ണുങ്ങൾക്ക് സമ്മാനം കൊടുക്കേണ്ടെന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ഏക സാധനമാണ് സാരി. സാരി ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിനെ ഇതുവരെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിട്ടില്ല. പിന്നല്ലാതെ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സാരി വാങ്ങുമ്പോ അത്യാവശ്യം കാശ് ചെലവാക്കി വാങ്ങണം. സാറിന്റെ സ്വഭാവം വെച്ച് 150 ഉണുവേരെ സാരി വാങ്ങിച്ചു കൊടുക്കരുത്. അങ്ങനെ ചെയ്താൽ അത് ഗുണത്തെക്കാളും ദോഷമേ ചെയ്യും. അങ്ങനെ ഞാൻ ചെയ്യില്ല. ഒരു കാര്യം ചെയ്യാം, 250 രൂപയുടെ സാരി വാങ്ങിയാലോ? 250 രൂപ? എന്റെ സാറേ, ഇമ്മാതിരി സമയത്ത് ഇങ്ങനെ പിശക്കരുത്. അമ്മ എന്നും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ഇനി ഒരു 6 മാസത്തേക്ക് അവരിങ്ങോട്ട് വരില്ല. അപ്പോ 1000 രൂപയുടെ സാരി വാങ്ങിച്ചു കൊടുക്കണം. 1000 രൂപ ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി സാറിന്റെ ഇഷ്ടം പോലെ ചെയ്യും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സാറിന്ന് അമ്മയ്ക്ക് വാങ്ങി കൊടുക്കുന്ന സാരിയുടെ ചന്തം പോലെ ഇരിക്കും അമ്മയ്ക്ക് സാറിനോടുള്ള സ്നേഹം. എന്നാ പിന്നെ ഞാൻ വരട്ടെ, ഇന്ന് ഇത്തിരി തിരക്കാം. അതിൻ്റെതായിരുന്നു ഞാൻ കുറച്ച് കൂടുതല. അമ്മേ, ഞാന് വൈകിട്ട് ഓഫീസിൽ നിന്ന് വരുമ്പോ കുറച്ച് താമസിക്കും. ഒരു 6 മണിയെങ്കിലാവുമായിരിക്കും. എന്തുപറ്റി വൈകിട്ട് ഇത്ര തിരക്ക്? എന്റെ ഭാര്യയുടെ അമ്മ വീട്ടിൽ വന്നിട്ടുണ്ട്. ഒരുപാട് നാള് കൂടി അമ്മായി അമ്മ വീട്ടിലേക്ക് വരുമ്പോ വിശേഷപ്പെട്ട എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ. അതിനായി എനിക്ക് വൈകിട്ട് ടൗൺ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. എന്ത് വാങ്ങാനാണ് പരിപാടി? ഞാൻ എന്റെ ഭാര്യയുടെ അമ്മയ്ക്ക് എന്താണ് വാങ്ങിക്കൊടുക്കുന്നതെന്ന് നിന്നോട് പറയേണ്ട കാര്യമില്ല. അത് വാങ്ങിക്കൊണ്ടുവരുമ്പോ കണ്ടാ മതി. മോഹനേട്ടന്റെ ഗൗരവം കണ്ടിട്ട് എന്തോ വാങ്ങിക്കൊണ്ടു വരാനുള്ള പുറപ്പാടാണെന്ന് എനിക്ക് മനസ്സിലായി. സ്വയംപ്രഭയുടെ പിറന്നാളിന് മഹാത്മാഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വാങ്ങിക്കൊടുത്തതുപോലെ ആകുവോ ഇതും? നിനക്കൊരു ധാരണയുണ്ട്, എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു വിവരമില്ല. അത് തെറ്റാണ്. ഞാൻ വാങ്ങിക്കൊണ്ടുവരുന്നത് എന്താണെന്ന് കാണുമ്പോ നീ ബോംബാണോ മോഹനേട്ടാ? അതോ മിഷൻ കണ്ണോ? എന്റെ മോഹനേട്ടാ, അത്ര സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് എന്നെ ഞെട്ടിച്ച് വീടിക്കല്ലേ. ഞാൻ വാങ്ങിക്കൊണ്ടുവരുന്നത് എന്താണെന്ന് നീ കൊണ്ടുവരുമ്പോ കണ്ടാ മതി.
ആഹാ. നമസ്കാരം സാർ. നമസ്കാരം. ആ സ്ഥലം വിളക്കുന്ന കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്ന് സാറ് സമയം ഉണ്ടാവും? ഇന്ന് സമയം ഉണ്ടാവും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഉച്ചയാകുമ്പോ പ്രധാന ചേട്ടൊന്ന് വിളിച്ചു നോക്കിയാൽ മതി. വിളിക്കുന്നത് എന്തിനാ സാറേ? ഞാൻ ആഫീസിലേക്ക് വരാം. എനിക്കെന്തായാലും തണ്ടപ്പേര് രജിസ്റ്റർ നോക്കുകയും വേണമല്ലോ. ആ ശരി. ആ പ്രതാപൻ ചേട്ടനോട് ചോദിച്ച കാര്യങ്ങൾ അറിയാൻ പറ്റും. പ്രതാപൻ ചേട്ടാ, ഒരു നിമിഷം. ചേട്ടൻ വിവാഹം കഴിച്ചിട്ട് എത്ര വർഷം? 24 കൊല്ലം. വീട്ടിലാരൊക്കെയുണ്ട്? ഞാൻ, ഭാര്യ, 2 മക്കൾ. എന്താ സാറേ? അല്ല, ചേട്ടന്റെ ഭാര്യയുടെ അമ്മ, അതായത് അമ്മായി അമ്മ ആ, ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ടോ? അവര് കുറച്ച് ദൂരെയാ. ഞങ്ങൾ വല്ലപ്പോഴും അങ്ങോട്ട് പോയി കാണുകയാ പതിവ്. ഇങ്ങോട്ട് വരാനുള്ള ആരോഗ്യം അവർക്കില്ല. ആരോഗ്യമില്ലാത്തത് ഇപ്പോഴല്ലേ? പണ്ട് നല്ല ആരോഗ്യമായിരിക്കുമല്ലോ. അന്ന് അവർ ചേട്ടനെ വീട്ടിൽ വന്നിട്ടില്ലേ? ഉണ്ട്. ആ, അങ്ങനെ വരുമ്പോ ചേട്ടൻ അവർക്ക് എന്തൊക്കെയാ വാങ്ങിക്കൊടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, അല്ല, ഭാര്യയുടെ അമ്മ വീട്ടിൽ വന്ന് നിൽക്കുന്നു, നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുന്നതാണല്ലോ അതിന്റെ മര്യാദ. അതൊരു ന്യായമാണ്. ഒരു നല്ല പട്ട് സാരി വാങ്ങിക്കൊടുത്താലോ? സാർ എന്ത് മണ്ടത്തരമായി പറയുന്നേ? എന്റെ അമ്മായിമ്മയുടെ കാര്യമല്ലേ സാർ ചോദിച്ചേ? അതെ. ഞാൻ കുമാരിയെ കെട്ടുമ്പോഴേ അവളുടെ അമ്മയ്ക്ക് 50 വയസ്സ് പ്രായമുണ്ട്. 50 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് പട്ടുസാരി വാങ്ങിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ, സാർ ഈ സാരി എന്നൊക്കെ പറയുന്നത് ചെറുപ്പക്കാരി പെണ്ണുങ്ങൾക്കേ പിടിക്കൂ. പുറത്തൊക്കെ ചുറ്റി നടക്കുന്ന പ്രായത്തിൽ അതിനൊരു കമ്പം കാണും. പ്രായമായി കഴിഞ്ഞിട്ട് സാരി ചുറ്റി എവിടെ പോവാനാ? സാരി അവർക്ക് ഇഷ്ടമായിരിക്കില്ല. ഇല്ലെന്നേ. പിന്നെന്തായിരിക്കും ഇഷ്ടം? ആ പ്രായത്തിൽ വല്ലതും വയറ് നിറച്ച് കഴിക്കണം, അത്ര തന്നെ. നല്ല രുചിയുള്ള ആഹാരം വല്ലതും കിട്ടിയാൽ സന്തോഷമായി അതൊക്കെ കഴിച്ച് കൊച്ചുമക്കളെയും താലോലിച്ച് ടിവിയും കണ്ടെങ്കിൽ ഇരിക്കാമല്ലോ. എന്റെ അമ്മായിയമ്മയെ കാണാൻ പോകുമ്പോഴേ ഇപ്പോഴും ഞാൻ 1 കിലോ ഹൽവ വാങ്ങിച്ചോണ്ട് പോകും. ഞങ്ങൾ തിരിച്ചു പോരുന്നതിന് മുമ്പ് അവരത് തിന്നു തീർക്കുകയും ചെയ്യും. സത്യം പറഞ്ഞ് ഞാൻ മടുത്തു പ്രഭേ. അമ്മായിയമ്മ പോരെന്ന് കേട്ടിട്ടേ ഉള്ളൂ. എന്ത് ശല്യമാ പ്രഹ്ലാദ ചേട്ടന്റെ അമ്മയെ കൊണ്ടെന്ന് അറിയാമോ? എന്റെ കല്യാണം താമസിക്കുന്നതിന്റെ പ്രധാന കാരണം അതാ കാഞ്ചന സാറേ. വിനയം പുതിയ വീട് പണി തീർത്ത് മാറാതെ ഞാൻ കല്യാണത്തിനില്ല. കല്യാണം കഴിയുന്നതിന്റെ പിറ്റേ ദിവസം മുതൽ വിനയന്റെ അമ്മയുടെ അടികൂടാൻ എനിക്ക് വയ്യ. അങ്ങനെ തീർത്ത് പറയാതെ പ്രൊഫസറെ, വീട്ടിൽ അമ്മയുള്ളത് നല്ലതാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല, അത് പിന്നെ മനസ്സിലാവും. ഭാര്യയും ഭർത്താവും മാത്രമായിട്ടുള്ളതാണെങ്കിൽ ചില സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അതിന് ചില അസൗകര്യങ്ങളും ഉണ്ടാവും. എന്ത് അസൗകര്യം ഉണ്ടെങ്കിലും അമ്മായിയമ്മയും മരുമകളും ഒന്നിച്ച് താമസിക്കാതിരിക്കുന്നതാ നല്ലത്. എന്താണ് ചർച്ച? അങ്ങനെയൊന്നുമില്ല. എന്തുകൊണ്ടല്ലോ? അല്ലെങ്കിൽ കാഞ്ചന ഇത്ര ഒച്ചത്തിൽ സംസാരിക്കില്ലല്ലോ. വീട്ടിൽ ചില പ്രശ്നങ്ങൾ പറയുകയായിരുന്നു. വേറൊന്നും അല്ല സാർ, കാഞ്ചന സാറും പ്രഹ്ലാദ സാറിന്റെ അമ്മയും തമ്മിൽ ഉഗ്രം വഴക്കാ. അതിപ്പോ ഒരു പുതിയ സംഭവമൊന്നുമല്ല. അമ്മായി അമ്മയും മരുമോളും തമ്മിൽ വഴക്കുണ്ടാതിരുന്നാൽ അതാണ് പേടിക്കേണ്ടത്. എന്റെ അമ്മയ്ക്ക് 82 വയസ്സായി. ഇപ്പോഴും വിലാസിന് എന്ത് ചെയ്താലും അമ്മ കുറ്റം പറയും. എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലല്ലോ, കിടപ്പാണെന്നൊന്നും അമ്മ ആലോചിക്കില്ല. അല്ല, വിലാസിനി മോശമല്ല, ഈ തള്ളക്ക് ഇത്രയും പ്രായമായല്ലോ എന്നുള്ള മര്യാദ അവളും കാണിക്കില്ല സാറേ. അപ്പോ കാഞ്ചനയുടെ അമ്മ വീട്ടിൽ വരാറില്ലേ? എന്റെ അമ്മയോ? എന്റെ അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ 6-7 മാസമായി. കാഞ്ചനയുടെ അമ്മ അവിടെ വരുമ്പോ പൊതുവെ എങ്ങനെയാ? സന്തോഷാണോ? എനിക്ക് സന്തോഷ, പക്ഷേ പ്രഹ്ലാദൻ ചേട്ടന് വലിയ സങ്കടോ. എന്താ? തരക്കേടില്ലാത്ത സ്ത്രീധനം തന്നാണല്ലോ എന്നെ കെട്ടിച്ചു വിട്ടത്. അങ്ങനെയുള്ളപ്പോ എന്നെ നന്നായി നോക്കേണ്ട ഉത്തരവാദിത്തം പ്രഹ്ലാദൻ ചേട്ടനുണ്ടല്ലോ. എന്റെ അമ്മ വരുമ്പോ അമ്മയുടെ മുന്നിൽ പ്രഹ്ലാദൻ ചേട്ടൻ ഭയങ്കര നാടകം കളിയാ. എനിക്ക് പുതിയ സാരി, കഴിക്കാൻ ഞാൻ പറയുന്നത് എന്തും. എന്നെ കൊണ്ട് സിനിമയ്ക്ക് വരെ പോവും. എന്തിനാ?
അമ്മയുടെ മോളെ ഞാൻ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്ന് കാണിക്കാൻ. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ എന്നോട് വഴക്കുണ്ടാക്കിയ പ്രശ്നമാണെന്ന് പ്രഹ്ലാദൻ ചേട്ടന് അറിയാം. എന്തൊക്കെ പറഞ്ഞാലും പെറ്റമ്മ തന്നെയല്ലേ. അമ്മയുള്ളപ്പോ നമുക്കൊരു ധൈര്യ. എന്ത് ചോദിച്ചാലും പ്രഹ്ലാദൻ ചേട്ടൻ വാങ്ങി തരികയും ചെയ്യും. ഇനി സംസാരിച്ച സമയങ്ങളുണ്ട്. ശിശുപാലൻ ഒരു ഇതെന്താ ശിശുപാലൻ ചേട്ടാ, സാർ പതിവില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഇതിനു മുന്നേ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. ശരിയാണല്ലോ. എന്തായാലും പോയി നോക്കട്ടെ. എന്താ സാർ? എനിക്ക് ശിശുപാലനോട് മാത്രമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ സാർ? ഈ ശിശുപാലന്റെ ഭാര്യയും ശിശുപാലന്റെ അമ്മയും തമ്മിലുള്ള ചില പ്രശ്നങ്ങളെ പറ്റി ശിശുപാലനോട് പറഞ്ഞല്ലോ. അതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതാ സാർ. സാറിന്റെ അമ്മ സാറിന്റെ വീട്ടിലില്ലാത്തോണ്ട് ആ പ്രശ്നമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് അതിനെ പറ്റിയല്ല. ശിശുപാലന്റെ ഭാര്യയുടെ അമ്മ നിങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് കരുതുക. അപ്പൊ ശിശുപാലൻ എന്ത് ചെയ്യും? പറഞ്ഞു കേട്ടിട്ട് വക്കീലിന്റെ അമ്മ വീട്ടിൽ വന്നതുപോലെ ഉണ്ടല്ലോ സാറേ. അമ്മ വീട്ടിലുള്ളപ്പോ നമ്മൾ അവരെ കുറിച്ച് നന്നായി കൈകാര്യം ചെയ്യണമല്ലോ. ശിശുപാലന്റെ ഭാര്യയുടെ അമ്മ വരുമ്പോ ശിശുപാലൻ എന്തൊക്കെ ചെയ്യാറുള്ളത്? ഞാനൊന്നും ചെയ്യില്ല സാറേ. ഒന്നും ചെയ്യില്ലേ? തുണി വാങ്ങുക, പ്രത്യേക ഭക്ഷണം വാങ്ങുക, സിനിമയ്ക്ക് പോവുക, അങ്ങനെയൊന്നും? എന്തിനു സാറേ? എന്റെ ഭാര്യയുടെ അമ്മ വീട്ടിൽ വരണമെങ്കിലേ കാലഭഗവാൻ കനിയണം. അവര് ചത്തുപോയിട്ട് വർഷം 10-12 ആയി സാറേ. ഓക്കോ, പിന്നെ ഞാൻ പറഞ്ഞത് അവിടെ പോയി വെള്ളം വേണ്ട. ഇല്ല സാറേ. മണി 5:30 കഴിഞ്ഞല്ലോ ഭാമേ. മോഹനകൃഷ്ണൻ എന്നും 5:15 വരുമെന്നാണല്ലോ പറഞ്ഞത്. ഇന്നെന്താ പറ്റിയത്? അമ്മ, എന്റെ ഊഹം ശരിയാണെങ്കിൽ വില്ലേജ് ഓഫീസർ നക്ഷത്രവേണി തെക്ക് മുടക്ക് നടക്കുകയായിരിക്കും. എന്ത്? അമ്മ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക വാശികൾ ജയിക്കാനായി നമ്മൾ ചില പ്രത്യേക തന്ത്രങ്ങൾ പ്രയോഗിക്കും. അങ്ങനെ ഒരു തന്ത്രത്തിൽപ്പെട്ടിരിക്കുകയാണ് മോഹനകൃഷ്ണൻ സാറ്. എനിക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറ. അമ്മയൊന്ന് ക്ഷമിക്കമ്മേ. പോരാണ്ട് വരുമ്പോ കാണാലോ ബാക്കിയുള്ള കാര്യം. അയ്യോ, എന്തിനായി സാർ? പറഞ്ഞു തീരുന്നതിന് മുന്നേ ആളും എത്തിയല്ലോ. അമ്മ ഒരു ചായ എടുക്ക്, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ആഹാ, മോഹനേട്ടൻ 6 മണി കഴിഞ്ഞേ വരുള്ളൂ എന്നല്ലേ രാവിലെ പറഞ്ഞത്. ഇപ്പൊ മണി 5:30 ആയുള്ളൂ. ഞാൻ ടൗണിൽ പോകുന്നത് അമ്മയ്ക്കൊരു സമ്മാനം വാങ്ങാനാണെന്നാണല്ലോ പറഞ്ഞത്. അതിനോട് സമയം വേണ്ടല്ലോ. അല്ല, എന്താ വാങ്ങേണ്ടത് എന്നൊന്ന് ആലോചിക്കണ്ടേ? അങ്ങനെ ഒരുപാട് ആലോചിക്കാൻ എന്തിരിക്കുന്നു. നീ പറഞ്ഞതുപോലെ ഞാൻ അമ്മായിയമ്മയുടെ മനസ്സറിയുന്ന മരുമകനാണല്ലോ. കണ്ടോ, അമ്മയ്ക്ക് ഞാൻ വാങ്ങിയ സാരിയാ. എന്താ ചിരിക്കുന്നേ? മോഹനേട്ടൻ എന്താ പ്രാന്താണോ? അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അമ്മ എടുക്കുന്ന എല്ലാ സാരി അമ്മ തന്നെയാണ് വാങ്ങാറ്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ ഞാൻ അമ്മയെ വിളിച്ച് ചോദിച്ചതാണ്, ഒരു സാരി ഞാൻ വാങ്ങട്ടെ അമ്മയെന്ന്. അമ്മയപ്പോ അത് സമ്മതിച്ചില്ല. അതെന്താ? ഓരോരുത്തർക്കും ഓരോ രീതികളില്ലേ മോഹനേട്ടാ. അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് അച്ഛനെ കൊണ്ടുപോലും അമ്മ ഒരു സാരി വാങ്ങാൻ സമ്മതിച്ചിട്ടില്ല. ഇത്തരം സാധനങ്ങൾ ആര് കൊണ്ടേ കൊടുത്താലും അമ്മ മുഖത്ത് നോക്കി വേണ്ട എന്ന് പറയും. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോഹനേട്ടൻ എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ ഇത് പോയി വാങ്ങിയത്. പെണ്ണുങ്ങൾക്ക് സമ്മാനം കൊടുക്കണേ, സാരി തന്നെ കൊടുക്കണമെന്ന് ഉദ്ധവനാ പറഞ്ഞത്. വില കൂടിയ സാരി വേണമെന്ന് പറഞ്ഞിട്ട് 1100 രൂപയുടെ സാരിയാ വാങ്ങിയത്. എന്തായാലും മോഹനേട്ടന്റെ 1100 രൂപ പോയി, അത്രേ ഉള്ളു. ഞാൻ അമ്മയ്ക്ക് വേറെ സാധനം വാങ്ങിയിട്ടുണ്ട്. അതെന്താ? കുറച്ച് ഹൽവ, 1 കിലോ ഹൽവ.
എന്താ? ശ്ശോ, എന്റെ മോഹനേട്ടാ, ഷുഗറിന് 3 നേരം ഗുളിക കഴിക്കുന്ന അമ്മയ്ക്ക് മോഹനേട്ട വാങ്ങിക്കണോന്ന് എന്താ ഹൽവ? മോഹനേട്ടൻ എന്താ അമ്മയോട് വല്ല വിരോധമുണ്ടോ? അമ്മ ഷുഗർ എന്നോട് പറയാത്ത എന്നോട് മോഹനേട്ട ചോദിച്ചില്ലല്ലോ. ഇത് ചോദിക്കാനോ പറഞ്ഞൂടെ? എന്തായാലും ഈ ഹൽവയുടെ പൊതിയും കൂടെ കാണുമ്പോ അമ്മ എന്തായിരിക്കും പറയുക? മോഹനേട്ടന് അമ്മയെ പറ്റി ഒന്നും അറിയില്ല എന്നല്ലേ? ആ പ്രാവ് ചേട്ടൻ ഈ ബുദ്ധി പറഞ്ഞു വയസ്സ ആളുകൾക്ക് ഹൽവയാണ് ഇഷ്ടമെന്ന്. കഷ്ടം തന്നെയാണ് മോഹനേട്ട. ഇത്തരം കാര്യങ്ങൾ പോലും മറ്റുള്ളവരോട് ചോദിച്ചറിയേണ്ട അവസ്ഥയാണ് മോഹനേട്ടനുള്ളത്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ അറിയാം. ഗ്വാട്ടിമാലയുടെ പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും പറയും. മലയാളത്തിലെ മിക്കവാറും കവിതകളൊക്കെ കാണാപ്പാടമാണ്. പക്ഷേ വീട്ടിലേക്ക് ആവശ്യമായ ഒന്നും അറിഞ്ഞൂടാ. നീ ഇനി ഇതൊന്നും അമ്മയോട് പറയാൻ നിൽക്കണ്ട. ഞാൻ ഇതൊന്നും വാങ്ങിയില്ല നിങ്ങൾ പറഞ്ഞാൽ മതി. മോഹനേഷ ചായ. ഓ അയ്യോ ഇതൊന്നുമില്ല. ചായ ഇതെന്താ? ഇതൊന്നുമില്ല. മറ്റേ ഉണ്ടമ്മേ. ഇല്ല. ഇത് മോഹനേട്ടൻ അമ്മയ്ക്ക് വാങ്ങിയ സാരിയാ. അയ്യോ സാരിയോ? ഈശ്വര, നീ എന്തിനാ മോനെ ഇതൊക്കെ വാങ്ങി കാശ് കളയുന്നത്? മരുമോ സ്നേഹം കൊണ്ട് വാങ്ങിച്ചു തന്നല്ലേ അമ്മ വെച്ചോ. അല്ലെങ്കിൽ ഇവ സ്നേഹമുള്ളവനാണെന്ന് എനിക്കറിയാം ഭാവി. ഇത് അമ്മയ്ക്കുള്ള ഹൽവ. ഹൽവയോ? ആ പിന്നല്ലാതെ. അമ്മയ്ക്ക് ഹൽവ എന്ന് പറഞ്ഞ പ്രാണനാന്ന് മോഹനേട്ടൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്തായാലും എനിക്ക് സന്തോഷായി. ഇങ്ങനെ വീട്ടിലുള്ളവരുടെ മനസ്സറിയുന്ന ഒരാളെ നിനക്ക് കിട്ടിയല്ലോ ഭാവേ. ഹോ, നിന്റെ മഹാഭാഗ്യം. ഞാനിതൊന്ന് നോക്കട്ടെ. ഓഫീസറെ ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നു. കാശ് പോയി എന്ന് കരുതിയല്ലേ? പിന്നെ അമ്മയ്ക്ക് സമ്മാനം വാങ്ങിക്കൊടുക്കുന്ന കാര്യം ഞാൻ ഉണ്ടാക്കിയൊരു നാട്ടു നടപ്പാ. ശരിക്കും അങ്ങനെയൊന്നുമില്ല. അമ്മയുടെ കൂടെ കൂടി മോഹനേട്ടൻ എന്നെ കളിയാക്കിയതിനുള്ള ചെറിയ ശിക്ഷ. എങ്ങനെയുണ്ട്? ഇതെന്താ മോഹനേട്ടാ? നിനക്ക് അല്ല, അമ്മായിയമ്മ വീട്ടിലുള്ളപ്പോ ഭാര്യയ്ക്ക് നല്ല ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്താലേ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കുന്നുവെന്ന് അമ്മമാർ വിശ്വസിക്കുമെന്ന് കാഞ്ചന പറഞ്ഞു. നാട്ടിൽ അങ്ങനെ പല നടപ്പുകളുമുണ്ട്. ലോകത്തിലെ വലിയ വലിയ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വില്ലേജ് ഓഫീസർക്ക് നേരം കിട്ടാതെ പോയി. അതുകൊണ്ടാണ് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ നാട്ടുകാരുടെ ഉപദേശം തേടേണ്ടി വന്നത്.